വീട്ടിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ചേരുവയാണെന്ന് പറയാം. ഏതൊരു വിഭവം എടുത്താലും അതിലെല്ലാം ഉപ്പ് ആവശ്യമാണ്. ഉപ്പ് ഭക്ഷണത്തിലെ ഒരു ചേരുവ മാത്രമല്ല, ആരോഗ്യത്തിനും ഉപ്പ് ആവശ്യമാണ്. സോഡിയത്തിൻ്റെ ലഭ്യതയ്ക്കാണ് ഉപ്പ് ആവശ്യമായി വരുന്നത്. ശരീരത്തിൽ ഇലക്ട്രോലൈറ്റുകളും ഫ്ലൂയിഡുകളും ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനാണ് സോഡിയം ആവശ്യമായി വരുന്നത്. ഓരോ കോശത്തിലേക്കും പോഷകങ്ങൾ കൃത്യമായി എത്തിച്ചേരുന്നതിന് ഇതെല്ലാം ആവശ്യമാണ്. അതുപോലെ രക്തസമ്മർദ്ദത്തിൻ്റെ കാര്യത്തിലും ബാലൻസ്ഡ് ആക്കാൻ സോഡിയം ആവശ്യമാണ്. എന്നാൽ സോഡിയം അധികമാകുന്നതും ശരീരത്തിന് അത്ര നല്ലതല്ല. അതിനാൽ തന്നെ ഉപ്പ് പരിമിതമായ അളവിൽ ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഉപ്പാണെങ്കിൽ പല വിധത്തിലുണ്ട്. ടേബിൾ സോൾട്ട്, ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നറിയുമോ? ഇവയിൽ ഏത് തരം ഉപ്പാണ് ശരീരത്തിന് നല്ലത് എന്നറിയുമോ? ആദ്യമേ പറയാം, ഉപ്പ് ഏതായാലും അത് പരിമിതമായി ഉപയോഗിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. അതേസമയം തീരെ ഉപയോഗിക്കാതിരിക്കുകയും അരുത്. BP ഉള്ളവർ നിർബന്ധമായും ഉപ്പിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തണം. ഇനി വിവിധ ഉപ്പുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് അവയുടെ ഉപയോഗമെന്നും മനസ്സിലാക്കാം. ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് എന്നറിയപ്പെടുന്ന ഉപ്പ് കണ്ടാലേ ആ വ്യത്യാസം മനസ്സിലാകൂ. ഇതല്പം പിങ്ക് നിറം കലർന്നതായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ സോഡിയത്തിന് പുറമെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽസ്യം എന്നിങ്ങനെയുള്ള ധാതുക്കളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കും. ഇവയെല്ലാം ശരീരത്തിന് വളരെ നല്ലതാണ്. അതിനാൽ തന്നെ അല്പം കൂടി ആരോഗ്യകരമായ സോൾട്ട് ഇതാണെന്ന് പറയാം. എങ്കിലും പരിമിതമായ അളവേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സീ സോൾട്ട് കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും മനസ്സിലാകും. കടൽ വെള്ളം വറ്റിച്ചെടുത്ത് തയ്യാറാകുന്ന ഉപ്പാണിത്. ഇതും ഒരുപാട് അങ്ങോട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാത്തതിനാൽ തന്നെ അല്പമൊക്കെ ധാതുക്കൾ ഇതിലും കാണാറുണ്ട്. പക്ഷേ ഹിമാലയൻ സോൾട്ടിൻ്റെ അത്ര ഗുണമില്ല. പരിമിതമായ അളവിൽ തന്നെ ഉപയോഗിക്കുക. പൊട്ടാസ്യം സോൾട്ട് പേരിൽ സൂചിപ്പിക്കും പോലെ തന്നെ പൊട്ടാസ്യം കാര്യമായി അടങ്ങിയിട്ടുള്ള സോൾട്ടാണിത്. സോഡിയം അധികമാകുമ്പോൾ അതിൻ്റെ ദൂഷ്യം ഒഴിവാക്കാൻ പൊട്ടാസ്യം സഹായിക്കും. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ BP ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ഇതും അളവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടേബിൾ സോൾട്ട് നമ്മൾ സാധാരണ നിലയിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപ്പാണ് ടേബിൾ സോൾട്ട്. കടലിൽ നിന്നെടുക്കുന്ന ഉപ്പ് തന്നെയാണ് ഇതും. എന്നാൽ നല്ലതുപോലെ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതിനാൽ സ്വാഭാവികമായും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇപ്പോൾ ടേബിൾ സോൾട്ട് അയോഡൈസ്ഡ് സോൾട്ട് എന്ന പേരിലും കുറച്ചുകൂടി മാറ്റങ്ങളോടെ എത്തുന്നുണ്ട്. ഇതിൽ അയോഡിൻ കുറച്ചുകൂടി അടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ഏത് തരം ഉപ്പായാലും സോഡിയത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങളെ കാണുള്ളൂ. മറ്റ് ഘടകങ്ങളിൽ വ്യത്യാസം വരുന്നു, പ്രോസസ്സിങ്ങിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രം. ഏത് ഉപ്പ് തിരഞ്ഞെടുത്താലും ഉപയോഗം പരിമിതപ്പെടുത്തുക.